ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു തമിഴ് സിനിമ, ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് നമ്മുടെ എംബ്രാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ക്ലാഷ് റിലീസായിട്ട് വന്ന സിനിമയാണ്. വീര ധീര സൂര്യൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. SU അരുൺകുമാറാണ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒന്ന് ചിയാൻ വിക്രമാണ്. SJ സൂര്യ ഉണ്ട്, സുരാജ് വഞ്ഞാറമൂടുണ്ട്, പിന്നെ തുഷാര വിജയൻ, പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ ഒരാളുണ്ട്. ഇത്ര ആൾക്കാരൊക്കെയാണ്. പിന്നെ മലയാളത്തിൽ നമ്മുടെ മാലാ പാർവതി ഉണ്ട്. ഇവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമ, ഒരു റിയലിസ്റ്റിക് ആയിട്ട് എടുത്തൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു രാത്രി നടക്കുന്ന കഥയായിട്ടാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ വീര ധീര സൂര്യൻ പാർട്ട് 2 എന്നാണ് വന്നിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വേറെ കിടക്കുന്നുണ്ട്, പക്ഷെ ആദ്യം വന്നിട്ടുള്ളത് സെക്കൻഡ് പാർട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം രാത്രി നടക്കുന്ന ഒരു സംഭവം, പിന്നെ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ടീമും, പിന്നെ കൂടാതെ പോലീസും തമ്മിലുള്ള ചെറിയ പ്രശ്നം, അവിടെ എൻകൗണ്ടർ സംഭവം കാര്യങ്ങളൊക്കെ വരുന്നു. അതിനിടയിലേക്ക് വിക്രം വരുന്നു. വിക്രം ആരായിരുന്നു പണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു വരുന്ന സിനിമ. SJ സൂര്യയാണ് പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിയാൻ വിക്രമത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പൊളിച്ചടിക്കുന്നതാണ്. കിട്ടിലം പെർഫോമൻസ് ആയിരുന്നു. ഓരോ സീൻ അടിപൊളി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല. കിട്ടിയ റോള് മികച്ചതായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ സുരാജ് വഞ്ഞാറമൂട്. ചില ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഒരു മലയാളം ചൊവ്വ കയറി വരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ, പക്ഷെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ പിന്നെ SJ സൂര്യക്ക് സാധാരണ എന്താ പറയാ, സാധാരണ സിനിമകളിലൊക്കെ വരുന്ന പോലുള്ള ഒരു ലൗഡായിട്ടുള്ളൊരു കഥാപാത്രമല്ല. കിട്ടിയ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ അല്ലായിരുന്നു എന്ന് പറയാം. എന്നാലും കിട്ടിയ റോള് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ തുഷാര വിജയന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ തന്നെയാണ് അധികവും ഈ ഒരു നടിയെ കാണാറുള്ളത്. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കിട്ടിയ സംഭവം പൊളിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് എന്നൊരു ചങ്ങായി, അവര് പല സിനിമകളും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്. കിട്ടിയ റോള് ഭംഗിയുണ്ട്. എല്ലാവരും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള GV പ്രകാശ് കുമാറാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മ്യൂസിക് സൈഡ് കിട്ടില്ലായിരുന്നു. പിന്നെ ഇതിലൊരു പോലീസ് സ്റ്റേഷൻ സീൻ ഉണ്ട്, അവിടെയൊക്കെ കാണിച്ചു വെച്ച മ്യൂസിക് കിട്ടില്ലെന്ന് തന്നെ പറയാം. ആ ഒരു സിനിമയിലെ ഏറ്റവും ഹൈ മൊമെന്റ് സീൻ എന്ന് തന്നെ പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീൻ ഉണ്ട്, സൂപ്പറായിരുന്നു തന്നെ പറയാം. പിന്നെ ക്ലൈമാക്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഒറ്റ ഷോട്ട്, ഒരു സിംഗിൾ ഷോട്ട് സംഭവം വരുന്നുണ്ട്. അവിടെയും പൊളിച്ചടിക്കുന്നുണ്ട്. മേക്കിംഗ് കൊണ്ട് സൂപ്പറാക്കിയ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ഏകദേശം 2.25 മണിക്കൂറുണ്ട് സിനിമ. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ലെങ്ത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇതിന്റെ ഫ്ലാഷ് ബാക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നുകൂടി ട്രിം ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കി കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്നു. 2.25 മണിക്കൂറാണ്. 2.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറഞ്ഞ സിനിമ അങ്ങോട്ട് തുടങ്ങി കുറെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത, ഇതൊന്നും തീരുന്നില്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാൻ പാകത്തിന് ഉള്ളൊരു ലേഖല്ല ലെങ്ത് കൂടിപ്പോയി എന്നുള്ളതാണ്. സിനിമയുടെ ലെങ്ത് കൂടിപ്പോയി എന്നുള്ളതാണ്. അതാണ് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബാക്കി എല്ലാം കൊണ്ടും ഒരു പറഞ്ഞ പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത്. ഇത് ക്യാരക്ടർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് സിനിമയിൽ. അതാണ് സിനിമ. വലിയൊരു സംഭവമായിട്ടുള്ള സിനിമയല്ല എങ്കിലും പിന്നെ നമ്മുടെ എന്താ പറയാ, ചിയാൻ വിക്രം പൊളിച്ചടിക്കുന്നുണ്ട്. കിഡ്ലം പെർഫോമൻസ് ആണ്. നമുക്കിങ്ങനെ കണ്ടിരിക്കാം അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ കാര്യങ്ങളൊക്കെ. എന്നാലും കണ്ടുപോകുക. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഈ ലെങ്ത്തിന്റെ ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം കൊണ്ടും കിടലായിട്ടുള്ള സിനിമയായിരുന്നു വീര ധീര സൂര്യൻ എന്ന് പറഞ്ഞ സിനിമ. കണ്ടുപോകുക. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.